സന്തോഷത്തോടെയും പ്രതീക്ഷകളുമാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് ഉള്ളിൽ ഉള്ള 4 നിയോജക മണ്ഡലങ്ങളിൽ 2 നിയോജക മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് BJP നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും കേരളത്തിലെമ്പാടും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ കോർപ്പറേഷൻ്റെ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 2 മാസം പിന്നിടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും എല്ലാ കൗൺസിലർമാരും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ 2-3 മാസത്തെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതിൽ 4 അസംബ്ലി മണ്ഡലങ്ങളുള്ള 2 മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികളെ, BJP നേതൃത്വം കൊടുക്കുന്ന NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്, കോർപ്പറേഷന്റെ ഭരണസമിതിയുടെ പ്രവർത്തനം ശരിയായ വഴിക്കാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതിനുള്ള കൂടുതൽ മാൻഡേറ്റ് തന്നിരിക്കുകയാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ പ്രധാനപ്പെട്ട പല ഇടപെടലുകളുമുണ്ട്. അതിൽ 2-3 എണ്ണം എടുത്തു പറഞ്ഞാൽ, ഒന്ന് ബഡ്ജറ്റ് അവതരണമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ സംസ്ഥാന തലസ്ഥാനം എന്ന നിലയ്ക്ക് എല്ലാ മേഖലയിൽപ്പെടുന്നവരുടെയും ഒരു ആശ്രയ കേന്ദ്രമാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ആശ്വാസം പകരുന്ന ഒരു ബഡ്ജറ്റാണ് കോർപ്പറേഷൻ ഭരണസമിതി അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിനുള്ള അംഗീകാരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്വമായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ നടത്തിപ്പ് എന്നുള്ളത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു. അതിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, റോഡുകൾ, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡുകളുടെ മെയിൻ്റനൻസ് വർക്ക് സാധാരണ നടക്കുന്നത് പൊങ്കാലയുടെ തലേദിവസമൊക്കെയാണ് നടന്നു തീരുന്നത്. എന്നാൽ 15-20 ദിവസം മുമ്പ് തന്നെ വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കിയ ജനങ്ങൾ അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ പൊങ്കാല സമയത്ത് ഉണ്ടായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിൽ ടാങ്കറുകൾ രംഗത്തിറക്കിക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. പൊങ്കാലയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ, പൊങ്കാല അർപ്പിച്ച ജനങ്ങൾ പിരിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിച്ച ശുചീകരണ പ്രക്രിയ അന്ന് തന്നെ രാത്രി 8:30 മണിയോടുകൂടി ഏറെക്കുറെ പ്രധാന റോഡുകളൊക്കെ പൂർത്തിയാക്കുകയും വെളുപ്പിനോടുകൂടി മുഴുവൻ പ്രദേശങ്ങളും വളരെ കൃത്യമായി നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം വൃത്തിയാക്കുവാനും സാധിച്ചു എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഒരു ചെറിയ കാറെങ്കിലും സിറ്റിയുടെ ഏതെങ്കിലും ഭാഗത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭീമമായ തുക പാർക്കിംഗ് ഫീസ് എന്ന ഇനത്തിൽ പിരിച്ചുകൊണ്ടിരുന്നു. സർക്കാർ സ്കൂളുകളുടെ സ്ഥലത്തുൾപ്പെടെ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പണം പിരിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ തന്നെ കയ്യോടെ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് കയ്യോടെ അതിനെയൊക്കെ തന്നെ തടയുവാനും അനധികൃതമായി വാങ്ങിയ പണമൊക്കെ തന്നെ വാഹന ഉടമകൾക്ക് തിരിച്ചു കൊടുക്കുവാനും നൽകി. അപ്പോൾ ഒരു വലിയൊരു കൊള്ള പാർക്കിങ്ങിന്റെ പേരിൽ സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിരുന്നതിനെതിരായി നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ സ്ഥാപിച്ചു. അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് ഇത് ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അതിന്റെ മുന്നോടി എന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിനും പുറത്തു നിന്നും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു കയ്യടി നേടിയ അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ഒരു പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതിനെ തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമമുണ്ടായി. അത് പരിഹരിക്കാൻ വേണ്ടി വളരെ സജീവമായിട്ട് ചരിത്രത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ കോർപ്പറേഷന്റെ ടാങ്കറുകളും സ്വകാര്യ ടാങ്കറുകൾ കോർപ്പറേഷൻ തന്നെ വാടകയ്ക്ക് എടുത്തുകൊണ്ടും നഗരത്തിന്റെ നാനാഭാഗത്തും തലങ്ങും വിലങ്ങും രാത്രിയും പകലും യാത്ര ചെയ്യുകയും അതോടൊപ്പം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ റൂം സജ്ജീകരിച്ച്
ഹെൽത്ത് സൂപ്പർവൈസർമാർക്ക് തന്നെ അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ 3 മാസമായി തുടരുകയാണ്. കോർപ്പറേഷനിലെ 101 കൗൺസിലർമാരും രാപകൽ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ രാത്രിയും പകലും ഒക്കെ തന്നെ വെള്ളം എത്തിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകളെയും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ അതിൽ രംഗത്തിറക്കാൻ വേണ്ടി കോർപ്പറേഷന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തെരുവ് നായ്ക്കളെ ഞങ്ങൾ ഷെൽട്ടറിനുള്ളിലാക്കും എന്ന് പറഞ്ഞതിന്റെ പൈലറ്റ് പ്രോജക്റ്റ് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചില യുവജന സംഘടനകൾ ഉൾപ്പെടെ 1-2 ദിവസമൊക്കെ പ്രതിഷേധം ഉയർത്തി, അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അതിനെയൊക്കെ തന്നെ ഭരണസമിതിയുടെ ഒരുമിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സഹകരണത്തോടെ, ചില NGOകളുടെ സഹകരണത്തോടെ നമുക്ക് വിജയകരമായി ആ സമരങ്ങളൊക്കെ തന്നെ നടത്തിയ ഇടപെടലുകളെയൊക്കെ തന്നെ അതിനെ തടസ്സപ്പെടുത്താൻ നടത്തിയതിനൊക്കെ തന്നെ അതിജീവിക്കാൻ സാധിച്ചു. അതും ജനങ്ങൾ വലിയൊരു പ്രതീക്ഷ ഉണർത്തുകയാണ്. തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിക്കുന്നതിന്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർണ്ണമായും പ്രാവർത്തികമാകും. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങളിൽ ഓഫീസിൽ, ഇപ്പൊ കോർപ്പറേഷന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വരാൻ വേണ്ടി കുറച്ച് അകന്നു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഡിസംബർ 26 സത്യപ്രതിജ്ഞ ചെയ്ത അന്നുച്ചയ്ക്ക് മുതൽ തന്നെ ഇന്ന് വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 3 മണി മുതൽ 5 മണി വരെ കോർപ്പറേഷനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും അത്തരത്തിൽ ജനങ്ങളുമായി നിരന്തരം ഉദ്യോഗസ്ഥരും ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഇടപഴകുന്നത് ജനങ്ങളെ കൂടുതൽ കോർപ്പറേഷനിലേക്ക് അവരുടെ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് ഒരു ജനകീയ സ്ഥാപനമാക്കി കഴിഞ്ഞ 3 മാസം കൊണ്ട് മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ജനങ്ങൾ പൂർണ്ണമായി ഇരുകൈ നീട്ടി ആ ശൈലി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം തെളിയിക്കുന്നത്. ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ശുചീകരണ തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അംഗീകരിച്ചു. ഞാൻ ഓരോരോ കാര്യങ്ങളും എടുത്തു പറയുവാൻ വേണ്ടി കാര്യം നല്ല തിരക്കുള്ള ദിവസമാണ് മാധ്യമപ്രവർത്തകർക്കൊക്കെ. ഞാൻ ഈ അവസരത്തിൽ മുതിരുന്നില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ കാര്യങ്ങളാകാം. അപ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ദിവസങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്കെതിരായി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. 2 മുൻ മേയർമാർ, അതിലൊരാൾ മന്ത്രിയാണ്, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് സംവിധാനം തന്നെ ദുരുപയോഗം ചെയ്തു. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച്, പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടന്നുവെന്ന് പൊങ്കാലയുടെ പിറ്റേ ദിവസം രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് അതിനുശേഷം 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു. എന്നിട്ടും ജനങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോഴേക്കും ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് RDOയെ പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി, നന്നായി നടന്നു എന്ന് പറഞ്ഞ മന്ത്രി തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. RDO ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ടാണ് നടന്നതെന്നുള്ള അദ്ദേഹം ഫീൽഡിലുണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിനായിരുന്നു പൊങ്കാലയുടെ മുഴുവൻ ഡ്യൂട്ടി. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കോർപ്പറേഷൻ ഭരണസമിതിക്ക് എതിരായി വന്നില്ല എന്ന് കണ്ടുകൊണ്ട് കളക്ടറെ വീണ്ടും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. എന്നിട്ട് കളക്ടർ റിപ്പോർട്ട് കൊടുത്തായിട്ട് മാധ്യമങ്ങൾ വാർത്ത വന്നു. എന്നാൽ ആ കളക്ടർ റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മാധ്യമ വാർത്തകൾ പ്രചരിപ്പിച്ചത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന സ്റ്റാഫാണ്. കളക്ടറുടെ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ഒരു കാര്യവുമില്ല, ഒരു പരാമർശം ഒഴികെ ഒരു കാര്യവുമില്ല. ആ കളക്ടറുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് ഈ മന്ത്രി പുറത്തുവിട്ടില്ല? അപ്പൊ കളക്ടറുടെ റിപ്പോർട്ടിലും വന്ന വാർത്തകൾ അനുസരിച്ചിട്ടുള്ള ഒരു പരാമർശവുമില്ല. ഒരു ചെറിയൊരു വരി മാത്രമാണുള്ളത്. അത് എല്ലാ വർഷവും നടക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ പറയാത്തത് ജനവിധി വരട്ടെ എന്ന് കരുതിയിട്ടാണ്. ആ കളക്ടറുടെ റിപ്പോർട്ട് ഇവർ പുറത്തുവിട്ടില്ലല്ലോ. പുറത്തുവിട്ടെ. കളക്ടർ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് അന്ന് പറയാത്തത് ജനവിധി വരട്ടെ, ജനങ്ങളുടെ കൂടി വിലയിരുത്തൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ ഒരു ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞു, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ് കുടിവെള്ളം വിതരണം ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. 3 മാസം കൊണ്ട് ഞങ്ങൾ നിർവഹിക്കുകയാണ്. മന്ത്രി പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമല്ലേ? ഇക്കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് താമസിക്കുന്ന മന്ത്രി ഏതെങ്കിലും ദിവസം തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ? ജനപ്രതിനിധികളെ വിളിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ അതോറിറ്റി ചെയ്തിട്ടുള്ളത് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? മന്ത്രി അവസാന ദിവസം കുറ്റപ്പെടുത്താണ്ട് ഇറങ്ങി. ആ മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ട്, തിരുവനന്തപുരത്തെ സൗകര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്,
തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പരാജയം കൊണ്ട് കുടിവെള്ളം കിട്ടാതിരുന്നപ്പോഴേക്കും ആ സമയത്തൊക്കെ തന്നെ ജനങ്ങളുടെ മുൻപിൽ വരാതെ ഇതൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിഹരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്ന് കുറ്റപ്പെടുത്തിയിട്ട് പോയ മന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അതിന് കൂട്ടുന്ന മറ്റൊരു മന്ത്രിയുടെ അവസ്ഥ എന്താ? ഇതിനൊക്കെ കൂട്ടുന്ന ഒരു മുൻ മേയറുടെ അവസ്ഥ എന്താ? ഞാൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം പറയുകയല്ല. അപ്പോൾ ഇന്ന് വരെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇതിലപ്പുറം ചെയ്യുവാനുള്ള മെക്കാനിസം ഇല്ല. ഈ ജലസേചന വകുപ്പ് മന്ത്രി വിളിച്ച മീറ്റിംഗിലല്ലേ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ട് നെയ്യാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരണമെന്നുള്ള സാധ്യത പരിശോധിക്കണമെന്ന് പറഞ്ഞത്? ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുവാനുള്ള അധികാരം കോർപ്പറേഷൻ ഉണ്ടോ? നെയ്യാർ ഡാമിൽ നിന്നും അരുവിക്കരയിലേക്ക് വെള്ളം കൊണ്ടുവരണം, കൂടുതൽ വെള്ളം കൊണ്ടുവരണം എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം കോർപ്പറേഷൻ ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള ഒരു മെഷീനറിയോ മെക്കാനിസോ ഇല്ലല്ലോ. ഭൂമിക്കടിയിലൂടെ പോകുന്ന പൈപ്പ് പൊട്ടി വെള്ളം ലീക്ക് ചെയ്താൽ ആ ലീക്കേജ് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടുവാനുള്ള മെക്കാനിസം ഞങ്ങൾക്കുണ്ടോ? സംസ്ഥാന സർക്കാർ, LDF സർക്കാർ കരാറുകാർക്ക് 18 മാസം കൊണ്ട് കൊടുക്കാനുള്ള പണം കൊടുക്കാത്തതുകൊണ്ടല്ലേ കരാറുകാർ ജോലിക്ക് വരാത്തത്, വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ ജോലിക്ക് വരാത്തത്. അതുകൊണ്ടല്ലേ ലീക്കേജ് കൃത്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കാത്തത്. ഇതൊക്കെ വസ്തുതയാണെന്നിരിക്കെ ഈ വസ്തുതകൾ അഡ്രസ് ചെയ്യുന്നതിന് പകരം BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിരന്തരം മന്ത്രിമാരും മുൻ മേയറും MLA-മാരും ഒക്കെ തന്നെ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുവാൻ ഇറങ്ങിയത് ജനങ്ങൾ മുഖവിലേക്ക് എടുത്തില്ല എന്നും അവർക്ക് തക്കതായ മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ മറ്റൊരു വശം. അതുകൊണ്ട് എനിക്ക് വളരെ വിനയപുരസ്സരം ഇവരോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്, ഇവരൊക്കെ തന്നെ 45-50 വർഷം ഭരണ പരിചയമുള്ളവരാണ്. അപ്പോൾ ഒരു ഭരണസമിതിയെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ 5 വർഷം അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക് ഭരിക്കുവാനുള്ള അവസരം ഉണ്ട്. ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. തെറ്റായ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കരുത്. ഞങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിക്കുക. ഇന്നിപ്പോൾ രാവിലെ നിങ്ങളിവിടെ വരുമ്പോഴേക്കും ഞാനൊരു 10 മിനിറ്റ് താമസിച്ചത് KSRTCയുടെ MD ഉൾപ്പെടെ മേയറുടെ റൂമിൽ മീറ്റിംഗിലിരിക്കുക. സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 115 ബസ്സുകളുടെ കുറിച്ച് എഴുതി വെച്ചൊരു കരാർ ഇവിടെ ഉണ്ട്. ആ കരാർ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആ ചർച്ച ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾക്ക് അന്ന് നമ്മൾ ആരംഭിച്ചതാണ് ആ ചർച്ച. എന്നിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ വന്നതുകൊണ്ട് തൽക്കാലം ആ ചർച്ച പെൻഡിങ് എടുത്ത്, എന്നിട്ട് ആരും വിചാരിക്കേണ്ട ആ ചർച്ച അവസാനിപ്പിച്ചു എന്ന്. ആ ചർച്ച അന്ന് കോഡ് ഓഫ് കോണ്ടാക്ട് വന്നുകൊണ്ട് പെൻഡിങ്ങിൽ വെച്ചതാണ്. ഇന്ന് രാവിലെ 10 മണി KSRTCയുടെ MD ഉൾപ്പെടെയുള്ള മീറ്റിംഗ് തൊട്ടപ്പുറത്ത് നടക്കുക. അവർ പോയിട്ടില്ല, മാധ്യമപ്രവർത്തനം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും കാണാമെന്ന് പറഞ്ഞു. സെക്രട്ടറി ചർച്ച കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് LDFന്റെ കോർപ്പറേഷൻ ഭരണസമിതി LDFന്റെ സംസ്ഥാന സർക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കരാർ. ആ കരാർ നമ്മൾ ചർച്ച ചെയ്യണം. തിരുവനന്തപുരം സിറ്റിക്ക് പുറത്തുള്ള ജനങ്ങൾക്ക് എങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ ബസ് പ്രയോജനം ചെയ്യുന്ന കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓടണം. തിരുവനന്തപുരം സിറ്റിക്ക് ഉള്ളിൽ ആ ബസ് എങ്ങനെയാണ് ഓടുന്നത്, അതിൻ്റെ ഡാറ്റ കോർപ്പറേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ബസ്സും എവിടെയാണ് എത്തുന്നത്, ഏത് സമയത്താണ്, എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നു, എപ്പോഴാണ് വർക്ക്ഷോപ്പിലാവുന്നത് എന്നുള്ള ഡേറ്റ നമ്മുടെ കോർപ്പറേഷൻ്റെ ഡാറ്റാ സെൻറ്ററിൽ വരേണ്ടതായിട്ടുണ്ട്. അത് വരുന്നില്ല വർഷങ്ങളായിട്ട്. അക്കാര്യങ്ങൾ അറിയണം. റവന്യൂ ഷെയറിംഗ് മാത്രമല്ലല്ലോ, അതിൽ ഒരു ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കഴിഞ്ഞ 3-4 മാസമായി കോർപ്പറേഷനിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFന്റെയും UDFന്റെയും കൗൺസിലർമാർ ഉൾപ്പെടെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ LDFന്റെയും UDFന്റെ കൗൺസിലർമാരോട് കൂടി ചോദിച്ചു നോക്കൂ. കുടിവെള്ള പ്രശ്നം അവരുടെ വാർഡുകളിലുണ്ടെന്ന് കൗൺസിലർമാർ അറിയിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ടാങ്കറിൽ സൗജന്യമായി വെള്ളം എത്തുകയാണ്. LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒരാളുണ്ട്, സീനിയർ നേതാവാണ് CPMന്റെ. ആ ബഹുമാനപ്പെട്ട കൗൺസിലറുടെ വാർഡിലായിരുന്നു 60-65 തെരുവ് നായ്ക്കളെ ഒരു വീട്ടിൽ പാർപ്പിച്ചിരുന്നത്. 2021 LDFന്റെ ഭരണസമിതിയോട് തൊട്ടടുത്തുള്ള ആൾക്കാർ പരാതി പറഞ്ഞിരുന്നതാണ്. 2021 അതിനെ പിടിച്ച് മാറ്റിയിട്ടില്ല. ഈ ഭരണസമിതി വന്ന് ദിവസങ്ങൾക്കകം, ആ വിഷയം മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു ആദ്യം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്, വന്ന് ദിവസങ്ങൾക്കകം ഞങ്ങളതിനെ ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ കൗൺസിലർമാരൊക്കെ തന്നെ, ജനപ്രതിനിധികളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോഴും ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവരെ ഉൾപ്പെടെ വഴിതെറ്റിച്ചുകൊണ്ട്, അവർ 5 വർഷം ജനങ്ങളുടെ പ്രവർത്തിക്കുന്നതിന് ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൻ മേയർമാരും മന്ത്രിമാരും ഒക്കെ രംഗത്തിറങ്ങുന്നത്, ഇനിയിപ്പോൾ മുൻ മന്ത്രിയായി. അപ്പോൾ അതൊക്കെ തന്നെ ഒന്ന് അവസാനിപ്പിച്ചിട്ട്, കാലം മാറി, പശ്ചിമ ബംഗാൾ പോലും മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സ് മാറുവാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറന്ന പാറപ്പുറത്തുനിന്നുൾപ്പെടെ വരുന്ന സിഗ്നലുകൾ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്തെന്നൊക്കെ പറയുന്നതില്ലേ,
അത് മനസ്സിലാക്കി പെരുമാറുന്നത് സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. ഈ പഴയ പിന്തിരിപ്പൻ നയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അവസരം സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഭരണസമിതിയുടെ കൃത്യമായ ദിശയ്ക്കാണെന്നുള്ള തിരുവനന്തപുരത്തെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. 4 കോർപ്പറേഷനിലെ 4 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലും BJP നേതൃത്വത്തിലുള്ള മുന്നണിയെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സിറ്റിയിൽ വിജയിച്ചിരിക്കുന്ന 2 MLA-മാർ മുൻ കേന്ദ്രമന്ത്രിമാരാണ്. ആശയപരമായി ഭരണസമിതിയോടൊപ്പം നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അനുഭവ സമ്പത്തുള്ളവരാണ്. മന്ത്രിമാരായിട്ടും വിജയിച്ച മന്ത്രിസഭയിലെ വിജയിച്ച മന്ത്രിമാർ. ഒന്ന് വിദേശകാര്യമന്ത്രി, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരാൾ IT മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒക്കെ തന്നെ സേവനം, അനുഭവം, പരിചയസമ്പത്ത്, ഭരണരംഗത്തുള്ള പരിചയസമ്പന്നത ഒക്കെ തന്നെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസമിതിക്ക് ജനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അവതരിപ്പിക്കണം. പുതിയതായിട്ട് അധികാരത്തിലേറാൻ പോകുന്ന സംസ്ഥാന സർക്കാരുമായിട്ട് പരമാവധി വികസന കാര്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരുടെയും നഗരത്തിലെ 4 MLA-മാരുടെയും അതോടൊപ്പം തന്നെ കോവള MLA-യുടെ 4 വാർഡ് ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഒക്കെ തന്നെ ഇടപെടലുകൾ, വളരെ ക്രിയാത്മകമായുള്ള ഇടപെടലുകൾ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം മുന്നേറാൻ വേണ്ടി ഈ ഭരണസമിതി തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 9 മണി മുതൽ തന്നെ മീറ്റിങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി അർപ്പിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടുള്ള പ്രവർത്തനമാണ് ഇനി ഉണ്ടാകേണ്ടത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.